എൻ്റെ മോൻ ഒരുപാട് വേദനിച്ചു, എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി അവൻ്റെ മുഖത്ത് തൊട്ട് നോക്കിയിട്ട് ഉമ്മ വെക്കാൻ തുടങ്ങും. അതും ഫ്രഞ്ച് കിസ്. ഹേ ഭഗവാൻ, എന്നടാ നടക്കത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടോണ്ടിരുന്ന എന്താ? ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ അമ്മച്ചി അവന്റെ ശരിക്കുള്ള അമ്മച്ചിയല്ല, കാതലിയാണ്. കാതലി. രണ്ടും കൂടെ പ്ലാൻ ചെയ്ത അപ്പൂപ്പനെ മുക്കാനുള്ള പണിയാണ്. നിനക്ക് അയാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണു. നിന്റെ കൊഞ്ചല് കാണുമ്പോൾ എനിക്കതാണ് മനസ്സിലായത്. അതിന് അമ്മച്ചി പറയും, തീർച്ചയായിട്ടും അയാൾ ഒരു ബില്യണയറാണ്, ഇഷ്ടാവാതിരിക്കോ? പക്ഷെ നീ വിചാരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എന്തിനാണോ അങ്ങോട്ട് പോയത് അത് സാധിച്ചു കഴിഞ്ഞു. ഏകദേശം കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. നാളെ അയാൾക്ക് നിന്നെ ഓഫീസിൽ വെച്ച് കാണണമെന്നാണ് പറഞ്ഞത്. നീ അസൂയപ്പെടുന്നും വേണ്ട. എനിക്ക് വയസ്സന്മാരിഷ്ടമല്ലല്ലോ, നിനക്കറിയാലോ എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് എന്നും പറഞ്ഞ് ആ ലേഡി മെല്ലെ മാക്സിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. രണ്ടുപേരും സ്നേഹിക്കുന്നു. പിറ്റേന്ന് മാക്സ് അപ്പൂപ്പന്റെ ഓഫീസിൽ ചെന്ന് അയാളെ കാണും. അപ്പൂപ്പൻ പറയും, ഞാൻ നിനക്കൊരു ജോലി തരാൻ പോവാണ്. നീ ഇപ്പൊ ജോലിയില്ലാതെ തെണ്ടി നടക്കല്ലേ, ഈ ജോബ് ഓഫർ നിനക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ മാക്സിനെ വിളിച്ചുകൊണ്ട് തന്റെ ക്യാബിനിലേക്ക് പുള്ളി പോകുമ്പോഴാണ് അവിടെ ഒരു ചെറുക്കൻ നിൽക്കുന്നുണ്ടാവുക. അത് മറ്റാരുമല്ല, നമ്മുടെ ടോം. അപ്പൂപ്പൻ ചോദിക്കും, എന്ത് പറ്റി ടോം എന്ന്. ടോം പറയും, ഞാൻ അച്ഛനെ കാണാൻ വന്നാണ്, അത്രയേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കൊന്നും പറയാനില്ല, വന്നു കണ്ടു, അത്രയേ ഉള്ളൂ, ഇനി എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവാണ് ദേഷ്യപ്പെട്ട്. മൂത്ത ഡാഡി പറയും, അതെന്റെ മകനാണ്. ഈ പ്രോപ്പർട്ടിയും സ്വത്തും ഫൗണ്ടേഷനെല്ലാം അവൻ ഏറ്റെടുത്ത് നടത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവന് തീരെ താല്പര്യമില്ല, കഴിവുമില്ല. എനിക്ക് അവനോട് ദേഷ്യമാണ്. പ്രായപൂർത്തിയായപ്പോൾ അവൻ എന്താണെന്നറിയോ ഗിഫ്റ്റായിട്ട് എന്നോട് ചോദിച്ചത്? ജെയിൻ എയറുടെ ഫസ്റ്റ് കോപ്പി. ഇപ്പൊ അവനൊരു ബുക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, മകനായി പോയില്ലേ, അതെല്ലാം കൊടുത്തേ തീരൂ. കാരണം മകന്റെ എതിരാളിയായ ഒരു അച്ഛനാവാൻ എനിക്ക് താല്പര്യമില്ല. സോ അത് വിട്ടേക്കാം. നിനക്ക് ഞാൻ തരാൻ പോകുന്ന ജോബ് ഓഫർ $60,000 ഒരു മാസത്തിന്. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും ചെന്ന് ജോലി ചെയ്യേ, പണം ചെലവാക്കുക, വെള്ളടിക്കുക, ഡ്രഗ്സ് അടിച്ച് സൈഡാവുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഇവിടെ കാണാൻ പാടില്ല. നീ കാരണം നിന്റെ അമ്മ ഒരുപാട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അവർക്ക് വിഷമാവുന്നുണ്ട്. അവൾ ആ അവസ്ഥയിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഇത് കേട്ട് മാക്സ്, താങ്കൾക്ക് ഞാൻ ഇവിടെ വിട്ടു പോകണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ പൊക്കോളാം. പക്ഷെ 1 വർഷത്തെ സാലറി നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പണം 1 വർഷത്തേക്കുള്ളത് മുഴുവനായിട്ട് ഇപ്പൊ തരുവാണെങ്കിൽ ഞാൻ അതെടുത്തോണ്ട് പോകും. പിന്നെ എന്റെ കാറ്റ് പോലും ഈ ഭാഗത്തേക്ക് വീശില്ല. എന്നെക്കുറിച്ച് ഒരു വിവരം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മാഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ ആണെങ്കിൽ പറയൂന്ന് പറയും. സോ ഡാഡി മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ ആവട്ടെ, തൊലഞ്ഞു പോന്നും പറഞ്ഞ് 1 വർഷത്തെ മുഴുവൻ പണം കൊടുത്ത് അവനെ പറഞ്ഞു വിടാണ്. പണം കിട്ടിയ സന്തോഷത്തിൽ ആള് സ്റ്റൈലായി പണം എടുത്ത് നേരത്തെ കണ്ട ബാറിലേക്ക് വരും. അവിടെ വന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മച്ചി അങ്ങോട്ട് വരുന്നത്. രണ്ടുപേരും പാട്ടിന് തുള്ളുന്നു, സന്തോഷിക്കുന്നു. നമ്മുടെ പ്ലാൻ സക്സസ് ആയി എന്ന് പറഞ്ഞ് മൂക്കറ്റം വെള്ളടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ പോലീസുകാരനായിട്ട് വന്നില്ലേ ആ കൂട്ടുകാരൻ വരുന്നത്. അവനും ഉണ്ടായിരുന്നു ഈ പ്ലാനിൽ ഇവർക്ക് കൂട്ടായിട്ട്. അവന്റെ പങ്ക് മേടിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇവര് ഒരു 3 കെട്ട് പണം കൊടുത്തിട്ട്, ഞങ്ങൾക്ക് വേറെ ചെലവുണ്ടായിരുന്നു, ഇത് മാത്രമാണ് നിന്റെ പങ്കെന്നും പറഞ്ഞോടും. അവൻ എതിർക്കാനോ വഴക്കുണ്ടാക്കാനോ പറ്റില്ലല്ലോ. നല്ല ദേഷ്യം ഉണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ എന്നാൽ രണ്ടുപേരും സന്തോഷിക്കുന്നു പറഞ്ഞിട്ട് അവൻ ആ കിട്ടിയ പണം എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. 2 ഫ്രോഡ് മക്കൾ. അവൻ പോയി കഴിയുമ്പോൾ അമ്മച്ചി പറയും, അത് നന്നായി, ഇത് 3 പങ്കാക്കിയിരുന്നെങ്കിൽ നമുക്കൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ജോലി കഴിഞ്ഞല്ലോ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് എന്റെ അമ്മായിക്ക് സുഖമില്ലാന്നോ മറ്റോ എന്തെങ്കിലും കാരണം പറഞ്ഞ് കാലത്ത് തന്നെ ഇറങ്ങാം. രാവിലെ നമ്മൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു, ഈ നാട് വിടുന്നു, ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും ഉമ്മ വയ്ക്കും. അവിടെ നിന്ന് അമ്മച്ചി പോയി കഴിഞ്ഞ് രാത്രി മാക്സിനെ വിളിക്കുന്നു. എന്താ പറ്റിയെന്ന് മാക്സ് ചോദിക്കുമ്പോൾ മമ്മിജി പറയും, എന്റെ കയ്യിലൊരു ഗുഡ് ന്യൂസും ഉണ്ട്, ബാഡ് ന്യൂസും ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ആ പണം മൊത്തം നിനക്കുള്ളതാ, നീ എടുത്തോ. എന്നാൽ ബാഡ് ന്യൂസ്, ഈ മുത്തപ്പന് എന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അയാളുടെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. എനിക്കിനിയും പ്ലാൻ ഇട്ട് തെണ്ടി നടന്ന് പണം അടിച്ചു മാറ്റാനും ഡ്രാമ കളിക്കാനും വയ്യ. ഇവിടെയുള്ള ജീവിതം എനിക്ക് സുഖമാണ്, ഞാൻ സേഫാണ്. ഇത് കേട്ട് മാക്സ് പറയും, നീ എന്താ കളിക്കാണോ? വൈകാതെ നീ ആരാണെന്ന് ആ പൂപ്പൻ കണ്ടുപിടിച്ചാലോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിനമ്മച്ചി, അയാൾ കണ്ടുപിടിക്കില്ല, അയാൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അയാളുടെ തലയ്ക്കകത്ത് മറ്റൊരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒന്നും അയാൾക്ക് അറിയാതിരിക്കാൻ ഞാൻ മിടിക്കുകയാണല്ലോ, അത് നിനക്കും അറിയാം. കുഴപ്പമൊന്നു മാത്രമേ ഉള്ളൂ, നിന്നെ അവർ കണ്ടുപിടിക്കരുത്, നീ തിരിച്ചു വരരുത്, നീ മാത്രമാണ് എനിക്ക് പ്രശ്നമായിട്ടുള്ളത്. ഇത് അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാക്സിന്റെ മുറിയിൽ ആരോ ടോക് ടോക് എന്ന് കൊട്ടുന്നുണ്ടാവും. ഹലോ മാക്സ് ബർണറ്റ്, ഞങ്ങൾ പോലീസുകാരാണ്, ഡോറ് തുറക്കൂ. ഇത് കേട്ട് മാക്സ് ഞെട്ടും. നീ അപ്പോ എന്നെ പറ്റിക്കായിരുന്നല്ലടി, നീ എന്നെ യൂസ് ചെയ്യായിരുന്നല്ലടി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്കും ജീവിക്കേണ്ട മുത്തേ എന്ന് പറയും മാഡലിൻ. ആ മൂമ്മ. മാക്സ് ഒന്നും പറയാതെ കോള് കട്ട് ചെയ്തിട്ട് ആ പണം എടുത്ത് പിൻവാതിൽ വഴി പോലീസിന്റെ പിടിപ്പെടാതെ രക്ഷപ്പെട്ടു പോകും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇനി മാഡലിൻ ആ അമ്മച്ചി ആരാണ്, അവൾ എത്ര വലിയ കള്ളിയാണെന്ന് കാണിക്കുന്നു. ചേച്ചി കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞ് കഷ്ടപ്പെട്ട് കണ്ണീര് വരുത്തിയിട്ട് പുറത്തേക്ക് വരും. നോക്കുമ്പോൾ അപ്പൂപ്പൻ മരണപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ മരണച്ചടങ്ങ് എല്ലാവരുടെ മുന്നിലും കരഞ്ഞു കാണിക്കണ്ടേ. അങ്ങനെ കരച്ചില് ക്രിയകളൊക്കെ കഴിയുമ്പോൾ സ്വത്ത് ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, വിൽ പത്രം ആരുടെ പേർക്കാണ് എന്നുള്ളത് പറയാൻ വേണ്ടി ഇവരെ വിളിക്കും. ഇതിൽ മകനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അപ്പൂപ്പൻ എസ്റ്റേറ്റ് മാഡലിന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. മകനാണെങ്കിൽ $3,50,000 ആരുടെയോ കൈ കൊടുത്ത് തൊലച്ചില്ലേ,
അതുകൊണ്ട് മകന്റെ അവകാശത്തിലേക്ക് അധികം പ്രോപ്പർട്ടികളൊന്നും കൊടുത്തിട്ടില്ല. അവന്റെ ബുക്ക് സ്റ്റോളും കുറച്ച് പണവും മാത്രമേ ഉള്ളൂ. പിന്നെ ഫൗണ്ടേഷനും അവന്റെ പേർക്കാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടി അസറ്റും ഷെയറും $9.2 ബില്യൺ വരുന്ന സ്വത്തുക്കളെല്ലാം മാഡലിന്റെ പേർക്കാണ്. ടോമിന് അതിൽ വിഷമമൊന്നും ഉണ്ടാവില്ല. അവൻ അപ്പൻ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടായിരിക്കുകയാണ്. പിന്നെ ഫൗണ്ടേഷന്റെ മെയിൻ ആള് ടോം ആണെങ്കിലും ട്രസ്റ്റി മാഡലിനാണ്. ടോം ഒരു പക്ഷേ ഫൗണ്ടേഷൻ നേരെ ചൊവ്വെ നോക്കി നടത്തിയിട്ടില്ലെങ്കിൽ ആ ഫൗണ്ടേഷനും മാഡലിന്റെ പേരിലേക്ക് പോകും. ഇതെല്ലാം വിഷമത്തോടെ മാഡലിൻ കേട്ടുകൊണ്ടിരിക്കാവും അഭിനയിച്ചിട്ട്. വക്കീലമാര് പോയി കഴിയുമ്പോൾ മാഡലിൻ ബാക്കിയുള്ള പണം കൂടി, ടോമിന്റെ പേർക്കുള്ള പണം കൂടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവനോട് പറയാണ്, നമ്മൾ രണ്ടുപേർക്കും ഇപ്പോ മോശം സമയമാണ്, രണ്ടുപേർക്കും വിഷമമുണ്ട്, എനിക്ക് ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല, പേടിയാണ്, നീ എന്നെ വിട്ടുപോകരുത്, എനിക്ക് ആരുമില്ല, കുറച്ചു നാളെങ്കിലും നീ ഈ ഫ്ലാറ്റിൽ താമസിക്കുമോ, അത് കഴിഞ്ഞ് നമുക്കിത് വിൽക്കാന്ന് പറയും പുള്ളിക്കാരി. ടോം ശരിയെന്ന് മാത്രം പറഞ്ഞിട്ട് മറ്റൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എല്ലാവരും പോയി കഴിയുമ്പോൾ മാഡലിൻ പൊട്ടിച്ചിരിക്കുകയാണ്. അവളുടെ പേർക്കാണല്ലോ കോടാനുകോടി സ്വത്തുക്കൾ ഇപ്പൊ വന്നിരിക്കുന്നത്. പിന്നെന്താ, ചേച്ചി ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഇഷ്ടമുള്ളതെല്ലാം പർച്ചേസ് ചെയ്ത് അടിച്ച് പൊളിക്കുകയാണ്. എന്നാലും എത്ര കിട്ടിയാലും ഈ കള്ളിത്തിരിടികളുടെ സ്വഭാവം മാറൂല. അത്രയും പണം ഉണ്ടായിട്ടും മോതിരങ്ങൾ കക്കുന്നുണ്ട് നോക്കുക സംഭവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആരൊക്കെയോ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുള്ളത്. മാഡലിന് അറിയാം. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ടോം പറയും, ഇവർ അച്ഛന്റെ സുഹൃത്തുക്കളാണ്, അച്ഛന് വേണ്ടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഇവരാണ് കണ്ടുപിടിക്കുക, ഇവർ ഹോപ്പ് ഫൗണ്ടേഷന്റെ സീക്രട്ട് ആയിട്ടുള്ള ഏജൻസിയിലെ ആൾക്കാരാണ്. എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത ആ പെൺകുട്ടി അവൾ എവിടെയാണ് പോയിട്ടുണ്ടാവുകയെന്ന് ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രൈവറ്റ് ടീം ആ പെണ്ണ് ആരാണെന്ന് CCTV വഴി കിട്ടിയ ഫോട്ടോ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവളുടെ പേര് സാന്ദ്ര തന്നെയാണ്. ഒരുപാട് ഒഫൻസിൽ പെട്ടിട്ട് ജയിലിലായിരുന്നു. ഷോപ്പ് ലിഫ്റ്റിംഗ്, പൊസിഷൻ, അസാൾട്ട്, ഡ്രഗ് യൂസേജ്, അതിന്റെ വിൽപ്പന എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പരോളിലാണ്. ആ പരോളിൽ നിൽക്കുന്ന സമയത്താണ് അവൾ ഈ കള്ളപ്പരിപാടി കാണിക്കുന്നത്. ഇത് കേട്ട് മാഡലിൻ പറയും, ഓ അവള് ഡ്രഗ് അഡിക്റ്റ് ആണല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അതിലിപ്പോ എന്താണ് ഒരു പുതിയ കാര്യം. ഇത് കേട്ട് ആ ഏജൻസിക്കാർ പറയും, അതന്നെയാണ് പുതിയ കാര്യം മാഡം, കാരണം ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പെണ്ണ് ഒറ്റയ്ക്ക് കളവ് ചെയ്തിട്ടുണ്ടാവില്ല, അവളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കണം, അതാരാണെന്നാണ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ പിടിച്ചു കളയാന്ന് പറഞ്ഞിട്ട് ഏജൻസിക്കാരെ ഇറങ്ങിപ്പോകും. പക്ഷെ അവരുടെ വരവ് നമ്മുടെ മെഡലിന് വലിയ പണി കിട്ടിയ അവസ്ഥയിലാണ്. കാരണം സാന്ദ്രയെ പിടിച്ചു കഴിഞ്ഞാൽ മാക്സിനെ പിടിക്കും, മാക്സിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൾ ആരാണെന്ന് അറിയുമല്ലോ. സോ അതിനെന്തെങ്കിലും ഒരു തടസ്സം വരുത്തണം എന്ന് പറഞ്ഞിട്ട് മാഡലിൻ കുക്ക് ചെയ്തതുപോലെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്തതുപോലെ വീടിനെ അലങ്കോലമാക്കി, ടോം വരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നിനക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ട്, വരൂ കഴിക്കാന്ന് പറഞ്ഞ് അവന് ഭക്ഷണം കൊടുത്തിട്ട് പറയും, മനുഷ്യര് നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കും, അതെല്ലാം സത്യമാണ്, പക്ഷെ ഇപ്പോ നീ ആ പെണ്ണിനെ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവുമെന്നോ നിനക്ക് മനസ്സിന് സമാധാനം കിട്ടുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അത് കേട്ട് ടോം പറയും, അങ്ങനെയൊന്നുമില്ല, അവളെ കണ്ടുപിടിച്ചാൽ അതുകൊണ്ടുള്ള ഉപയോഗമുണ്ട്. അപ്പൊ മാഡലിൻ, എന്ന ഈ സബ്ജക്റ്റ് വിടാം, നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി അപ്പാർട്ട്മെന്റ്സ് നോക്കിയിട്ടുണ്ട്, നമ്മളിത് വിൽക്കാൻ പോവല്ലേ, നല്ല ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇത് നോക്കൂ, ഇത് നിനക്ക് ഇഷ്ടാവെന്ന് പറഞ്ഞിട്ട് ഇവൾ ഓരോ അപ്പാർട്ട്മെന്റുകൾ ടോമിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ടോം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ടി നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ എന്റെ അമ്മയൊന്നുമല്ല. അത് കേട്ട് മാഡലിൻ ദേഷ്യപ്പെട്ട്, അതെ ഞാൻ നിന്റെ അമ്മയായിരുന്നെങ്കിൽ ഇമാരി പരിപാടിയൊക്കെ നിർത്തിവെച്ചിട്ട് വളർന്നൊരാണാവടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മണ്ടനായിരിക്കാതെ. അത് കേട്ട് ടോമിന് വിഷമാവും. ഇവള് സമാധാനിപ്പിക്കുകയാണ്, സോറി, എല്ലാവർക്കും മനസ്സൊടയാറുണ്ട്, പൊട്ടാറുണ്ട്, വേദനിക്കാറുണ്ട്, എല്ലാവർക്കും സംഭവിക്കും, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, നിന്നെ അവള് വേദനിപ്പിച്ചു, സത്യാണത്. നീ അവളെ പിടിക്കാൻ നോക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ല, നിനക്ക് അവളെ ഒന്നുകൂടി കാണണം, അതിനു വേണ്ടിയിട്ടാണ്, അതല്ലേ സത്യം. നീ മറച്ചു വെച്ചാലും എനിക്കത് മനസ്സിലാകും. ഒന്നുമല്ലെങ്കിലും നിന്റെ അമ്മ സ്ഥാനത്തല്ല ഞാനുള്ളത്, അവളെ കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രം ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് കേട്ട് ടോം ചോദിക്കും, നിങ്ങളും വിചാരിക്കുന്നുണ്ടോ ഞാനൊരു ലൂസറാണെന്ന്? അതിന് മാഡലിൻ, ഒരിക്കലുമില്ല, നീ ഒരു ഹ്യൂമൻ ആണ്, എന്നെ പോലെ, ഇവിടെയുള്ള എല്ലാവരെയും പോലെ, എല്ലാ ഇമോഷൻസും ഉള്ള ഒരു സാധാരണ മനുഷ്യൻ, അതുകൊണ്ട് നിനക്ക് സംഭവിച്ചതാണ്, വിട്ടുകള, ഇനി അവൾ എന്തിനാ നമുക്ക്. അപ്പൊ ടോം പറയും, ശരി, ഞാൻ കാലത്ത് തന്നെ ആ ഏജൻസിക്ക് വിളിച്ച് പറയാം, അവൾ അന്വേഷിക്കണ്ട. അങ്ങനെ നമ്മുടെ പെണ്ണിന് സമാധാനമായി. അവൾ അവനെ തടവി കൊടുക്കുന്നുണ്ട്. ഇവനെയും വളയ്ക്കാനായിരിക്കും പ്ലാന്. പിറ്റേന്ന് ഇവര് പുതിയ അപ്പാർട്ട്മെന്റ് കാണാൻ പോവാണ്. ആ അപ്പാർട്ട്മെന്റ് വിറ്റിട്ട് ടോമിനെ സൈഡാക്കി വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യലാണ് അവളുടെ ഉദ്ദേശം. ഇങ്ങനെ ഇവര് അപ്പാർട്ട്മെന്റ് കാണാൻ പോകുന്ന സമയത്ത് ആ ഏജൻസിക്കാര് ടോമിനെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് ആ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞു, ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ടോം, അവളെ കിട്ടി, നമുക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ അമ്മച്ചി ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേണ്ടാന്ന്, പിന്നെന്താണ് സംഭവിച്ചത്? അതിന് ടോം, ഞാൻ വേണ്ടാന്ന് പറയുമ്പോഴേക്കും അവര് കണ്ടുപിടിച്ചു കഴിഞ്ഞു, എന്നാ പിന്നെ ഒരു തവണ കണ്ടേക്കാം. അങ്ങനെ ഇവര് ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരും. ഞാൻ ആദ്യം ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ടോം അകത്തേക്ക് പോവാണ്. അപ്പൊ മാഡലിൻ ഈ ഓഫീസർമാരോട് ചോദിക്കും, അവള്
മറ്റെന്തെങ്കിലും പറഞ്ഞോന്ന്? അവര് പറയില്ല. ഇവള് ശ്വാസം പിടിച്ചിരിക്കുകയാണ്, അവൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അവൾക്ക് എന്താണ് അറിയുക എന്നും പറഞ്ഞിട്ട് അകത്ത് പോയി അവളോട് സംസാരിച്ചിട്ട് വന്ന നമ്മുടെ ടോം പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവൾ ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങൾ ചെയ്തത്, അവളെല്ലാം പഠിപ്പിച്ച് മറ്റൊരുത്തൻ ചെയ്യിച്ചാണ്. അവന്റെ പേര് മാക്സ് എന്നാണ്. അവൻ എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാം. പണമെല്ലാം തട്ടിക്കഴിഞ്ഞ് അവൻ ഇവളെയും വലിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയി. ഇവളെയും അവൻ യൂസ് ചെയ്യായിരുന്നു. അവനെയാണ് ശരിക്കും നമുക്ക് പിടിക്കേണ്ടത്. എന്തായാലും ഇപ്പൊ അവള് ഡ്രഗ് അഡിക്റ്റ് ആണ്, അവളെ പുറത്തേക്ക് വിട്ടാൽ കുഴപ്പമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തങ്ങാൻ പറഞ്ഞു. ഇത് കേട്ട് അമ്മച്ചി പറയും, ആ പ്രാന്തി പെണ്ണിനെ ഒന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, അവള് നമ്മൾ എന്തെങ്കിലും ചെയ്താലോ, അവളെ പറഞ്ഞവിടെ അതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഓഫീസർ പറയും, ടോമിന് നിർബന്ധമാണെങ്കിൽ ആ പെണ്ണ് ഇവിടെ നിന്നോട്ടെ, ഞാൻ കാവലിന് രണ്ടുപേരെ നിർത്താം. ടോം പറയും, തീർച്ചയായിട്ടും എനിക്ക് അവൾ ആരാണെന്ന് അറിയണം, ഈ ഡ്രഗ് ഒന്നും യൂസ് ചെയ്യാത്ത ആ പെണ്ണ് അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയണം, അവളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയും. എന്നാൽ ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മാഡലിൻ അവള് തനിച്ച് സാന്ദ്രയുടെ മുറിയിലേക്ക് വരികയാണ്. വന്നിട്ട് അവള് മെല്ലെ പറയും, ഹായ് സാന്ദ്ര, എന്റെ പേര് മാഡലിൻ എന്നാണ്, ഞാൻ ടോമിന്റെ അച്ഛനെ വിവാഹം കഴിച്ച പുതിയ ഭാര്യയാണ്, അവന്റെ സ്റ്റെപ്പ് മദറാണ്. അത് കേട്ട് സാന്ദ്ര പറയും, സക്ക് മൈ ഡിക്ക് യു ലൈയിങ് ബിച്ച്, നീ ആരാണെന്ന് എനിക്ക് അറിയാടി മാഡലിൻ, മാക്സ് എല്ലാം എന്നോട് പറഞ്ഞു, ആ പാവം മുത്തപ്പന്റെ എല്ലാ പണവും അടിക്കാനാണ് നിന്റെ പ്ലാൻ, കുറെ പണം നീ അടിച്ചല്ലോ, ഇനി ടോമിനെയും കൂടി ഇല്ലാതാക്കണം. ഇത് കേട്ട് മാഡലിൻ ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്, അത് ഞാൻ തരാം, എത്ര പണമാണ് വേണ്ടത് പറഞ്ഞാ മതി. അതിന് സാന്ദ്ര, എനിക്ക് നിന്റെ പണം വേണ്ടടി, ഞാനിത് എല്ലാവരോടും പറയും, എന്നെ ചതിച്ചു അവൻ മാക്സ്, അവന് വേണ്ടി 3 ദിവസമാണ് ഞാൻ കാത്തിരുന്നത്, അവനെ ഞാൻ സ്നേഹിച്ചിരുന്നു, അവൻ എന്റെ കൂടെ നിൽക്കുമെന്ന് വണ്ടിപ്പെണ്ണായ ഞാൻ വിശ്വസിച്ചു, പക്ഷെ അവൻ എന്നെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞു. അത് കേട്ട് മാഡലിൻ ചോദിക്കും, ഞാനിപ്പോൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് പറയും. സാന്ദ്ര, എനിക്ക് അവനെ വേണം, മാക്സിന്, അവന്റെ മുഖത്ത് നോക്കി എനിക്ക് ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അവൻ വലിച്ചെറിഞ്ഞ എന്റെ അവസ്ഥ എനിക്ക് അവന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണം, അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അടുത്ത മുറിയിലുള്ള എല്ലാവരോടും നീ ആരാണെന്ന് ഞാൻ പറയും. അപ്പൊ മാഡലിൻ ചിരിച്ചോണ്ട്, അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ചോദിക്കുമ്പോൾ, കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ തീർന്നടി മോളെ എന്ന് പറയും സാന്ദ്ര. സോ മാഡലിൻ ഓടി വന്ന് ഫോൺ ചെയ്യാണ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നീ എന്നെ സഹായിക്കണം, നീ ഇല്ലാതെ പറ്റില്ല, അതിനുള്ള പങ്ക് ഞാൻ നിനക്ക് തരും, കോൾ മീ പ്ലീസ്. ഇവള് കാത്തിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ ഇവളുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ നമ്പർ വരുന്നുണ്ട്, തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. മാക്സ് ആണത്. സോ മാഡലിൻ ആദ്യം മാക്സിനെ ചതിച്ചെങ്കിലും ഇതിനു മുമ്പ് ഒരു തവണയും കൂടി മാക്സിനോട് അവൾ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടോമിനെ സൈഡാക്കാൻ വേണ്ടിയിട്ട്. ഇവളാണ് ടോമിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മാക്സിന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ മാക്സ് ടോമിനെ പറ്റിച്ച് കുറെ പണം അടിച്ച സമയത്ത് അപ്പൂപ്പന് ടോമിനെ വിശ്വാസം ഇല്ലാണ്ടായി, സ്വത്തുക്കൾ ഒരുപാട് ഇവളുടെ പേരിൽ എഴുതി വെച്ചു. സോ അങ്ങനെ ഒരു സഹായം മാക്സ് ഓൾറെഡി ഇവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു തവണ സഹായിച്ചില്ലേ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എനിക്ക് കിട്ടുന്നതിൽ പകുതി ഞാൻ നിനക്ക് തരും, ഈ പ്രാവശ്യം കൂടി എന്നെ സഹായിക്കുമെന്ന് പറയും മാഡലിൻ. അങ്ങനെ അവൻ വരാമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേന്ന് മാഡലിൻ വന്ന് സാന്ദ്രയെ കാണും. അവൾ ഹെൽത്തി ആയിട്ടുണ്ട്, ടോമിനോട് സംസാരിക്കുന്നു. കുറച്ച് കാറ്റൊക്കെ കൊള്ളുകയാണെങ്കിൽ നല്ലതാണ്, നിന്റെ മൈൻഡ് റിലാക്സ് ആവും, ഞാൻ ഇവളെ പുറത്തേക്ക് വിളിച്ചിട്ട് പോട്ടെ, അത് അവളുടെ ഹെൽത്തിന് നല്ലതാണെന്നും പറഞ്ഞിട്ട് മാഡലിൻ സാന്ദ്രയെ വിളിച്ചുകൊണ്ട് പോവാണ് പുറത്തേക്ക്. ഇവര് വരുന്നതും കാത്ത് മാക്സ് ആളില്ലാത്തൊരു ഉപായ സ്ഥലത്ത് നിൽപ്പുണ്ടാവും. ഇറങ്ങി ചെന്ന ഉടനെ സാന്ദ്ര അവനെ പുതിരെ തല്ലിയിട്ട്, നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ എന്നെ ഇട്ടെറിഞ്ഞു പോവാൻ, ഒരു വേസ്റ്റ് പോലെ വലിച്ചെറിഞ്ഞിട്ട് പോവാൻ, ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി, നിനക്കൊരിറ്റ് ഇമോഷൻ പോലും എന്റെ മേലുണ്ടായിരുന്നില്ലേ. അത് കേട്ട് മാക്സ് പറയും, ഇല്ല, ഐ ഫെൽറ്റ് നത്തിങ്, നിന്നെക്കുറിച്ച് ഒരു ചിന്തയോ വിചാരമോ വികാരമോ എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ മാഡലിൻ, രണ്ടും കൂടെ അടിപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഒരു തീരുമാനാക്കെന്ന് പറയുമ്പോഴാണ് 2 ചെവ്ലെറ്റിന്റെ വലിയ ട്രക്കുകൾ അങ്ങോട്ട് വരുന്നു. ഇവര് ഞെട്ടിപ്പോ എന്താ സംഭവിക്കണേ അറിയാതെ. ആ ഏജൻസിയിലെ ആൾക്കാര് ട്രക്കിൽ നിന്ന് ഇറങ്ങി വരുന്നു, ടോമുണ്ട് കൂടെ. അവർ ടോമിനോട് പറയും, ഞാൻ പറഞ്ഞതല്ലേ ഈ പെരുങ്കള്ളി നിന്റെ അപ്പനെ പറ്റിച്ച് എല്ലാ പണവും അടിച്ചു മാറ്റിയതാണെന്ന്. എടി കള്ളി മാഡലിൻ, ആ പണമെല്ലാം ടോമിന്റെ അപ്പനുണ്ടാക്കിയതാണ്, അവന് സ്വന്തമായതാണ്, അതെല്ലാം നീ തിരിച്ചു കൊടുത്തേ മതിയാവും. അത് കേട്ട് മാഡലിൻ പറയും, താൻ ആരോടാണ് സംസാരിക്കണമെന്ന് മനസ്സിലാക്കിയോ, ഇപ്പൊ സ്വത്തെല്ലാം എന്റെ പേരിലാണ്, ആ സ്വത്തിൽ നിന്നാണ് നിനക്കൊക്കെ ശമ്പളം വരെ കിട്ടുന്നു, ഞാൻ എല്ലാം കട്ടാക്കും, നിന്റെയൊക്കെ ശമ്പളം കട്ടാക്കും, മക്കളുടെ പഠിപ്പ് കട്ടാക്കും, പെൻഷൻ കട്ടാക്കും, നിങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റില്ല, ഒരു ഉപയോഗമില്ല, ഞാനാണ് തീരുമാനം എടുക്കേണ്ടത് ഇവിടെ. ഇത് കേട്ട് ടോമ, ഇപ്പോഴും നിങ്ങൾക്കെല്ലാം പണമാണല്ലേ വേണ്ടത്, എന്ത് ജന്തുക്കളാണ് നിങ്ങളൊക്കെ. സാന്ദ്ര, നിനക്കും വേണ്ടത് പണമായിരുന്നല്ലേടി, ചോദിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തരുമായിരുന്നല്ലോ, നീ എന്നെ വഞ്ചിച്ചു എന്നും പറഞ്ഞിട്ട് ഇവൻ ആ ഏജൻസിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിച്ച് സാന്ദ്രയ്ക്ക് നേരെ നിട്ടു. നീയാണ് ഇതിനെല്ലാം കാരണം, നീ ഇല്ലാതായാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. സ്നേഹിച്ച് വഞ്ചിച്ചവളെ ഒരിക്കലും ജീവനോടെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവൻ ഷൂട്ട് ചെയ്യാൻ പോവെങ്കിലും കണ്ണു മാറ്റിയിട്ട്, ശരിയാണ്, നീ പറ്റിച്ചെങ്കിലും ഒരു മണ്ടനായ ഞാൻ പറ്റിക്കാൻ നിന്ന് തന്നില്ലേ, പകുതി എന്റെ തെറ്റാണ്, പക്ഷെ ഇവളാണല്ലോ ഇതിനെല്ലാം തുടക്കമിട്ടത്, എന്റെ അച്ഛനെ പറ്റിച്ച് ഞങ്ങളെല്ലാവരെയും പറ്റിച്ചെല്ലാം സ്വന്താക്കാൻ നോക്കിയത്, ഇവളെ ഞാൻ വെറുതെ വിടില്ല, ഇവളാണ് മരിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ടോം അമ്മച്ചിയുടെ നേരെ കണ്ണു നീട്ടും.
അമ്മച്ചിയാണെങ്കിൽ ഞാൻ നിന്റെ അപ്പൻ ഒരുപാട് സ്നേഹിച്ചു, എന്നെ കൊല്ലല്ലേ മകനേ എന്ന് പറഞ്ഞ് കെഞ്ചുവാണ്. ഈ ഗ്യാപ്പിന് സാന്ദ്ര ടോമിന്റെ കയ്യില് കണ്ണ് തട്ടി തെറിപ്പിക്കും. ഈ ഗണ്ണ് അമ്മച്ചിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അമ്മച്ചിയെ ഗണ്ണ് പിടിച്ച് എല്ലാരും മാറിപ്പോയിക്കോ, ഒരുത്തനും എന്റെ അടുത്ത് വരല്ലേ, വന്നാ കുന്നുകളെന്നും പറഞ്ഞിട്ട് കണ്ണ് നീട്ടുമ്പോഴേക്കും ടോം ഓടിച്ചെന്ന കണ്ണി കയറി പിടിക്കുകയാണ്. കണ്ണ് പട്ടേന്ന് പൊട്ടിക്കളയും. ആ വെടിയും കൊണ്ട് ടോം മരിച്ചു വീഴുന്നു സ്പോട്ടിൽ തന്നെ. എന്റെ പൊന്നെ, ഇങ്ങനെ സംഭവിച്ചല്ലോ. മാഡലിൻ പറയും, ഞാൻ വെടിവെച്ചിട്ടില്ല, ഞാനല്ല ഇത് ചെയ്തത്, ആ കണ്ണ് തന്നെ പൊട്ടിയതാണ്, എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ ഏജൻസിക്കാര് പോലീസിനെ വിളിക്കൂ, ഇവിടെ ഒരു മേർഡർ സംഭവിച്ചു, ഇവരാരും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, പോലീസിനെ വിളിക്കും. മറ്റൊരു ഏജൻസിക്കാരൻ പോലീസിനെ വിളിക്കും, ഇവിടെ ഒരു മരണം സംഭവിച്ചു എന്ന് അവൻ റിപ്പോർട്ട് ചെയ്യും. ഉടനെ മാഡലിൻ പേടിച്ചിട്ട്, ഇതൊരു ട്രാജഡിയാണ്, ആ ചെറുക്കന്റെ മരണത്തിന് ഞാൻ കാരണമല്ല, ഇത് സംഭവിച്ചു പോയതാണ്, ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ അവനെ കൊന്നു എന്ന് ഏജൻസിക്കാരൻ പറയും. ഞാൻ കൊന്നിട്ടില്ല, ഇതിനെന്ത് പരിഹാരവും ഞാൻ ചെയ്യാം, ഞാൻ ജയിലിൽ പോയിട്ട് ആർക്കാണ് ഇവിടെ ലാഭം, എന്റെ പേരിൽ വന്ന പണമെല്ലാം ഞാൻ തിരിച്ചു തരാം, നിങ്ങളുടെ ഫൗണ്ടേഷന് തരാം. ഇപ്പൊ ടോമും പോയി കഴിഞ്ഞു, ഫൗണ്ടേഷൻ ആരാ നോക്കുക, നിങ്ങളുടെ ജോലിയും കുടുംബവും ഒക്കെ ആരാ നോക്കുക, അതിനെല്ലാം ഫണ്ട് വേണ്ടേ, ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ ഫണ്ട് അനങ്ങാതെ കിടക്കും, എന്നെ സഹായിക്കും, എന്തെങ്കിലും ചെയ്ത് എന്നെ സഹായിക്കും, ഞാൻ ആ ഫണ്ടെല്ലാം തിരികെ നൽകാം, എനിക്ക് ജയിലിൽ പോകണ്ട. ഇത് കേൾക്കുമ്പോൾ ഏജൻസിക്കാര് ഇവളെ ജയിലിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ പണമെല്ലാം ഫ്രീസ് ആയി പോകില്ലേ, അവളുടെ പേരിലുള്ള പണമല്ല, ഫൗണ്ടേഷൻ അനങ്ങില്ല, അനങ്ങാതെ ഹോൾഡായി പോകും. സോ ആ പണം തിരിച്ചു തരികയാണെങ്കിൽ ഇവളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം, അവളെ നാട് കടത്തി വിടുകയും ചെയ്യാം, ഇവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആവും. സോ അതിന് ഏജൻസിക്കാർ സമ്മതിക്കും. ഇവൾ ഉടനെ വിളിച്ച് അഗ്രിമെന്റ് പേപ്പർ തയ്യാറാക്കാൻ പറയും, മുഴുവൻ പണവും ഫൗണ്ടേഷന്റെ പേരിലേക്ക് മാറ്റാൻ പറയും. അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഇവര് നാട് വിടാണ്. ഏജൻസിക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ടോമിന്റെ മരണം ഒരു റോബറി കൊലപാതകമാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ ഇവർ അടുത്ത ഫ്ലൈറ്റിൽ കയറി 3 പേരും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് മാക്സ് ചോദിക്കും, എത്ര പണമെന്നറിയോ നീ നഷ്ടപ്പെടുത്തിയത്, എന്നിട്ട് ഇത്ര കാമായിട്ടിരിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, ഒരു സെക്കൻഡ് കൊണ്ട് കോടികളാണ് പോയത്. അത് കേട്ട് മാഡലിൻ പറയും, ഞാൻ കാമായിട്ടിരിക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്, ഞാൻ ആർക്കാ പണം കൊടുത്തത്, ഫൗണ്ടേഷന്റെ ഹെഡ് ആരാണ്, ടോം ഇപ്പൊ ജീവനോടെ ഇല്ല, ടോം മരിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റി ആയിരിക്കും ഹെഡായിട്ട് വരാം, അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റി ആരാണ്, ഞാൻ തന്നെ, അപ്പൊ പണം എവിടെ പോയി, നമ്മുടെ കയ്യിൽ തന്നെ. അങ്ങനെ പറഞ്ഞവള് ചിരിക്കുമ്പോൾ ഇത് കേട്ട നമ്മുടെ സാന്ദ്ര, ഇപ്പോഴും നീയൊക്കെ പണത്തിനെ കുറിച്ചാണല്ലേ സംസാരിക്കുന്നത്, നമ്മളെല്ലാരും കൂടി ടോമിനെ കൊന്നു, ആ പാവൻ ചെറുക്കനെ, ഇന്നസെന്റ് ആയ ചെറുക്കനെ, ഒന്നും അറിയാത്ത പയ്യനെ, നമുക്കൊന്നും നല്ല ജീവിതം ഉണ്ടാവില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇവള് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ഇവള് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമാണെന്ന് പറയും മാഡലിൻ. അപ്പൊ മാക്സ് അവളൊരു വിറ്റ്നസ് ആണ്, അവളെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, അടുത്ത കൺട്രി ചെന്നിട്ട് അവളെ തീർത്ത് കളയാന്ന് പറയും. അത് കഴിഞ്ഞ് വെള്ളം വരുന്നു. ഇവര് വെള്ളം കുടിച്ചിട്ട് മാഡലിൻ കൈ പറ്റിയ രക്തം തുടച്ചു കളയാൻ നോക്കും. അപ്പോഴാണ് അവൾക്കൊരു പണി കിട്ടിയ കാര്യം മനസ്സിലാവുക. ആ രക്തം വെള്ളം പറ്റുമ്പോൾ ഒരുപാട് ലൈറ്റായിട്ട് അലിഞ്ഞു പോകുന്നു, കളറ് പോലെ. അത് രക്തമല്ല, കളറാണ്. ഇവിടെ ആരോ പറ്റിച്ചിട്ടുണ്ട്. സത്യം പറയടാ, നീയാണോ ഇതിന് പുറകിൽ, നീയാണോ എന്നെ പറ്റിക്കാൻ നോക്കിയത്? അങ്ങനെയാണെങ്കിൽ ടോം മരണപ്പെട്ടിട്ടില്ല, ടോം ജീവനോടെ ഉണ്ട്. എന്താണ് സംഭവിച്ചത് പറയടാ. മാക്സിനാണെങ്കിൽ ഒന്നും അറിയാൻ പാടില്ല, എനിക്കൊന്നും അറിയില്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? സാന്ദ്രയെ കാണുന്നില്ല. ഇവർ ഓടിച്ചെന്ന് അവളെ നോക്കും. ബാത്റൂമിലൊന്നും പെണ്ണില്ല, അവള് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. സംഭവം സാന്ദ്രയെ ഏജൻസിക്കാര് പിടിച്ചതല്ല, അവള് തന്നെ നേരിട്ട് വന്ന് നമ്മുടെ ചെറുക്കനെ കണ്ടതായിരുന്നു. അവളെ മാക്സ് ഒഴിവാക്കിയിട്ട് പോയി. പത്രത്തില് ടോമിന്റെ അച്ഛൻ മരിച്ചതായിട്ടും സ്വത്തെല്ലാം മാഡലിന് പോയതും കണ്ടിട്ട് അവള് തിരിച്ചു വന്നതാണ്. അവള് ഡ്രഗ് അഡിക്റ്റ് ഒന്നും ആയിരുന്നില്ല, ഡ്രഗെല്ലാം ഉപേക്ഷിച്ചിട്ട് ജോലി ചെയ്യായിരുന്നു. ഇവൻ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും ടീമായി. അടുത്തത് പണം കൊടുക്കാതെ ചതിച്ചില്ലേ ആ ഫ്രോഡ് ചെറുക്കൻ, അവനെയും പിടിക്കും. അതിന്റെ കൂടെ തന്നെ ഈ ഏജൻസിയിലെ ആൾക്കാരും. ഇവരെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ അമ്മച്ചീനെ പറ്റിച്ചത്. ടോം മരിക്കുന്ന സീൻ ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ടോമിന്റെ ശരീരത്തു നിന്നും രക്തം പൊട്ടി പുറപ്പെടുന്നത് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീനെല്ലാം ഇവർ മാറി മാറി പ്രാക്ടീസ് ചെയ്തതാണ്. എന്നിട്ട് മാഡലിനെ പറ്റിച്ച് അവളുടെ ഇന്ന് സ്വത്തെല്ലാം തിരികെ പിടിച്ചു. സാന്ദ്ര സ്റ്റൈലായിട്ട് ഇറങ്ങി വരും. ഈ സമയത്ത് നമ്മുടെ ചെറുക്കൻ ചത്ത പോലെ കിടന്നവൻ എഴുന്നേറ്റ് വരുന്നു. ഇവരെല്ലാം കൂടി അവന്റെ ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. നമ്മുടെ ഫ്രോഡ് പയ്യൻ അവന്റെ പങ്കിനുള്ള പണം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോകും. അത് കഴിയുമ്പോൾ സാന്ദ്ര, ഇപ്പൊ നിന്റെ കയ്യിൽ ഒരുപാട് പണം വന്നല്ലോ, നീ അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് വിചാരിക്കുന്നു. ടോം പറയും, എനിക്കൊന്നും അറിയില്ല, എന്തായാലും മോശപ്പെട്ടവരുടെ കയ്യിലേക്ക് അത് പോയിട്ടില്ലല്ലോ, നിനക്ക് നന്ദിയുണ്ട് എന്നെ സഹായിച്ചതിന്. അത് കേട്ട് സാന്ദ്ര പറയും, ഞാനാണല്ലോ നിന്നെ ചതിക്കാൻ കൂട്ടുനിന്നത്, എന്നിട്ടും നീ എന്നോട് നന്ദി പറയാണ്, ഐ എം സോറി. പിന്നെ ഇവിടെ അടുത്തൊരു ജാപ്പനീസ് റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ നല്ല ഭക്ഷണം കിട്ടും, താൻ ഇന്ന് രാത്രി ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ വരുമോ? അത് കേട്ട് ടോം, സോറി ഞാൻ സിംഗിളാണ്, എന്നാലും എനിക്ക് സിംഗിളായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് പോകും. അവിടെ വെച്ച് ഷാർപ്പർ എന്ന സിനിമ അവസാനിക്കുകയാണ്. സോ ഗായ്സ്, പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. എൻഡിങ്ങിൽ എന്തെങ്കിലും കൊണ പറഞ്ഞ് തട്ടിവിടാന്ന് വിചാരിച്ചാൽ ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട്. मैं चल रहा हूँ, एक बंगाली लड़की को मिलना है, अभी आता है सुबह जाने के लिए. ധന്യവാദ് ജി. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടും.